നവരാത്രിയെ വരവേൽക്കാൻ ഒരുങ്ങി കണ്ണൂരിലെ കോവിലുകൾ. മതിൽക്കെട്ടുകൾ പെയിന്റ് അടിച്ചും കവാടങ്ങൾക്ക് മാറ്റുകൂട്ടിയും അവസാനഘട്ട മിനുക്കുപണികളിലേക്ക് ഒരുങ്ങുകയാണ് നഗരം. ഇനി ശബ്ദത്തിന്റെയും വെളിച്ചത്തിന്റെയും ഉത്സവത്തിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കണ്ണൂർ ദസറ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ സജീവമായി. നഗരത്തിലെ പ്രധാന കോവിലുകളായ മുത്തുമാരിയമ്മൻ കോവിൽ, കാഞ്ചി ശ്രീ കാമാക്ഷിയമ്മൻ കോവിൽ, ഹനുമാൻ കോവിൽ, ശ്രീകൃഷ്ണ കോവിൽ, താളിക്കാവ്, പിള്ളിയാർ കോവിൽ തുടങ്ങിയവ ദസറ ഉത്സവത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ഈ വർഷത്തെ ഏറ്റവും ആകർഷകമായ ദസറ ആഘോഷം നടത്താൻ വിവിധ കോവിലുകൾ തമ്മിൽ ആരോഗ്യകരമായ മത്സരമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കോവിലും നിറങ്ങളുടെയും പ്രകാശത്തിന്റെയും ലോകമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. കോവിലുകൾ ചെറിയ രീതിയിൽ മത്സരബുദ്ധിയോടെയാണ് ദസറയ്ക്കായി തയ്യാറെടുക്കുന്നത്. ചുവരുകൾക്ക് പുതിയ പെയിന്റ് അടിക്കുകയും വിളക്കുകളും മറ്റ് അലങ്കാര വസ്തുക്കളും വൃത്തിയാക്കുകയും ചെയ്യുന്ന ജോലികൾ അവസാന ഘട്ടത്തിലാണ്. ദീപാലങ്കാരങ്ങളുടെയും വർണ്ണശബളമായ അലങ്കാരങ്ങളുടെയും കാര്യത്തിൽ ഓരോ കോവിലും മറ്റുള്ളവയെ കടത്തിവെട്ടാനുള്ള ഒരുക്കത്തിലാണ്. കണ്ണൂർ ദസറയെ കൂടുതൽ സജീവമാക്കുന്നത് ഈ കോവിലുകളാണ്. പല കോവിലുകളിലും ഇതിനോടകം തന്നെ വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. വിവിധ പൂജകളും ഹോമങ്ങളും കോവിലുകളിൽ നടക്കുന്നുണ്ട്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് വേണ്ടിയാണ് ഭക്തജനങ്ങൾ കാത്തിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. നഗരത്തിലെ ദസറ ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ രൂപം നൽകാൻ കോവിലുകൾ മാത്രമല്ല നഗരസഭയും മറ്റ് സംഘടനകളും ഒപ്പമുണ്ട്. ദസറ ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി കലാപരിപാടികളും അരങ്ങേറും. ഇതുകൂടാതെ എല്ലാ കോവിലുകളിലും ദസറയുടെ ഭാഗമായി സമൂഹ സദ്യകളും മറ്റ് സേവന പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. മൈസൂരിന് ശേഷം ദസറ ആഘോഷങ്ങൾ ഏറ്റവും മനോഹരമായി ആഘോഷിക്കുന്ന സ്ഥലമാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ ദസറ ആഘോഷങ്ങൾ കാണാൻ വിനോദസഞ്ചാരികളും അന്യസംസ്ഥാനത്തു നിന്നുള്ള ആളുകളും ഇവിടേക്ക് എത്താറുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തജനങ്ങളെ ഈ വർഷം പ്രതീക്ഷിക്കുന്നുണ്ട്. നഗരം ഉത്സവത്തിമിർപ്പിലേക്ക് കടക്കുന്നതോടെ കണ്ണൂരിലെ ടൂറിസം മേഖലയ്ക്കും അത് ഗുണം ചെയ്യും. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.